إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി മരണം വരെ ആ നിലയിൽ തന്നെ ജീവിക്കുകയും അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റിളയിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ സൂറത്താണ് സൂറത്തു തഹരീം. അതിൻ്റെ 6-ാമത് ആയത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും, നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം, വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബാദികളെയും നിങ്ങൾ സൂക്ഷിക്കണം, നാറ, നരകത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കണം. കാരണം നരകത്തിന്റെ പ്രത്യേകത എന്നുള്ളത് വഖൂദുഹ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസ്, ജനങ്ങളെയാണ്, ഉൽ ഹിജാറ, കല്ലുകളെയുമാണ്. അലൈഹ, ആ നരകത്തിന്റെ മേൽ നാം നിയോഗിച്ചിട്ടുള്ള മലായിക്കത്തുകൾ, മലായിക്കത്തുൻ ഗിലാളുൻ ശിദാദുൻ, കടുത്ത നിലപാടുള്ള മലായിക്കത്തുകളാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, ഒരു നിലയ്ക്കും അനുസരണക്കേട് കാണിക്കുന്ന ആളുകളല്ല ആ മലായിക്കത്തുകൾ. ലാ യഅസൂന അല്ലാഹ, അല്ലാഹുവിനോട് യാതൊരു നിലയ്ക്കും അനുസരണക്കേട് അവർ കാണിക്കുകയില്ല. മാ അമറഹും, അവരോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, വയഫ്അലൂന മാ തുഅ്മറു, ഏതൊരു കാര്യമാണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അത് അതേ നിലയിൽ തന്നെ അനുസരിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. ഈ ഒരു ആയത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹുവിന് വളരെയധികം ഇഷ്ടവും സ്നേഹവും അടുപ്പവുമുള്ള ആളുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവുമായിട്ട്, ദീനുമായി വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരാണ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള ആദരണീയരായ ജനവിഭാഗമാണ്. അങ്ങനെ വളരെയധികം പ്രത്യേകതകൾ മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനും ഹദീസും ഒക്കെ പരിചയപ്പെടുത്തുന്നു എന്നതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പല സമയത്തും അല്ലാഹു പല നിലയ്ക്കുമുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക് സംഭവിക്കാൻ പാടില്ല എന്ന അങ്ങേയറ്റം ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു ചേർത്ത് പിടിക്കലും സൂക്ഷ്മതാബോധത്തെക്കുറിച്ചുള്ള ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, ഒരു നിലയ്ക്കും ഇവരാരും അപകടത്തിൽ ചെന്നുവിടുവാൻ പാടില്ല എന്നുള്ള വല്ലാത്ത ഒരു കരുതലുമൊക്കെ ഇത്തരം ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അള്ളാഹു ആ നിലയ്ക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിഷയം കുടുംബമാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം, നരകത്തിലേക്ക് നിങ്ങൾ ചെന്നുവിടുവാൻ പാടില്ല. അതിനുശേഷം പറഞ്ഞത് വാഹലീക്കും, നിങ്ങളുടെ കുടുംബാദികളെയും കുടുംബാംഗങ്ങളെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു പ്രയോഗത്തെ മുൻനിർത്തിക്കൊണ്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നേർക്കുനേരെ നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും നരകത്തിൽ നിന്നും സൂക്ഷിക്കണമെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുമ്പോൾ നരകത്തിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്ന സംഗതികൾ നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ളൊരു സൂചന കൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഘടകവും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതേസമയത്ത് നരകത്തിലേക്ക് നയിക്കുന്ന സംഗതികളും ഘടകവും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പൊ ജന്മന ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ചില പ്രത്യേകമായ ഗുണങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മൃഗത്തിനപ്പുറമുള്ള സവിശേഷതകളെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 കരീനുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള നല്ല പ്രചോദനം നൽകുന്ന, നല്ല പ്രേരണകം നൽകുന്ന ഒരു ശക്തിയാണ്. മറ്റൊന്ന്, തിന്മയിലേക്ക് നമ്മെ നയിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായി നിലകൊള്ളുന്ന ഒരു ശക്തിയാണ്. ഈ 2 സംഗതികളെ മുൻനിർത്തുമ്പോൾ തന്നെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മെ നയിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മെ തന്നെ നമ്മൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഇപ്പൊ നരകത്തിലേക്ക് നയിക്കാനായി ഇബ്ലീസ് സദാ തക്കം പാർത്തുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇടപെടലിനെ തിരിച്ചറിയണം നമ്മൾ. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം, ഇപ്പൊ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തിച്ച ഘടകം നമുക്കറിയാം. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് മിമ്പറിലേക്ക് കയറുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ നമസ്കാരം തുടങ്ങാറാകുമ്പോൾ കുറേയധികം ആളുകൾ ഈ പള്ളികളിലുണ്ടാവും. അപ്പൊ ഈ ആളുകളെ വൈകിപ്പിക്കുന്ന ഘടകം എന്താണ്? നിരന്തരം നേരത്തെ വരുന്നവർ നിരന്തരം നേരത്തെ വരുന്നവരും വൈകി വരുന്നവർ നിരന്തരം വൈകി വരുന്നവരുമാണ്. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 2 സംഗതികളുടെ ഇടപെടലുകൾ ചില വ്യക്തികൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. നേരത്തെ വരാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എൻ്റെ ഉള്ളിൽ ജുമാഅയ്ക്ക്, കാരണം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ വലിയൊരു കർമ്മത്തിലേക്ക് മലായികത്തുകൾ അവരുടെ ബുക്ക്, അവരുടെ രജിസ്റ്റർ മടക്കി വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് വരാൻ കഴിയുന്നുണ്ടല്ലോ, അത് വലിയൊരു തൗഫീഖാണ്. എപ്പോഴാണ് മലായികത്തുകൾ രജിസ്റ്റർ മടക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ആധാർ കാർഡിന്റെ പുതിയൊരു വേർഷൻ പുറത്തിറങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ അതെല്ലാവരും എടുക്കണം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കാർഡ് ഗവൺമെന്റ് എന്ത് ചെയ്തു പുറത്തിറക്കുകയാണ്, എല്ലാവരും എടുത്തേ പറ്റുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ആ ഒരു രേഖയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു ഓർഡർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ
അതെങ്ങനെ എടുക്കണം, അത് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഏതെങ്കിലും ഓഫീസിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ച ഒരു കേന്ദ്രത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ സമയത്തല്ല നമ്മൾ പോവുക, സമയത്തിന് മുന്നേ പോകും. കാരണം അത് എനിക്ക് കിട്ടിയേ പറ്റൂ, കിട്ടിയില്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങളെ ഞാൻ നേരിടേണ്ടി വരും. അപ്പോ നമ്മളുടെ പേര് നിർബന്ധമായും രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്നൊരു വ്യക്തിക്ക് തോന്നിയാൽ അയാൾ കുറച്ചു നേരത്തെ ഇറങ്ങും. ഇത് ഞാനടക്കമുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവമാണ്. അതുകൊണ്ട് മിമ്പറിൽ കയറി സലാം പറയുന്നതോടു കൂടിയാണ് മലായികത്തുകൾ രജിസ്റ്റർ മടക്കുന്നത്. പിന്നെ മലായികത്തുകൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഇമാമ് മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ മലായികത്തുകൾ അപ്പോൾ എന്ത് ചെയ്യും? ഇതിലേക്ക് കയറി പങ്കെടുക്കും. പിന്നെ ആരുടെയും പേര് രേഖപ്പെടുത്തില്ല എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, സ്വഹീഹായ ഹദീസിലൂടെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നേരത്തെ തന്നെ വന്ന് ഇതിനുള്ളിൽ അകപ്പെടണം, എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നുള്ളൊരു താല്പര്യം, അത് നമ്മളുടെ ഉള്ളിലുള്ള നല്ല താല്പര്യമാണ്, നല്ല ഒരു പ്രചോദനമാണ്. അപ്പൊ കുറച്ചുകൂടി ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ പറയേണ്ടതല്ല, അവസാനം പറയേണ്ടതായിരുന്നു. എന്നാലും നല്ല പ്രചോദനത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഒരു ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇത് സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ എത്ര മണിക്കാണ് എഴുന്നേറ്റത്? നമ്മൾ ഏതൊക്കെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ പങ്കെടുത്തു? ഏതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നു? ഈ നിലയ്ക്കുള്ള നമ്മളുടെ മുഴുവൻ പരിശോധന, അതിനുശേഷമുള്ള എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ രീതികൾ, എൻ്റെ സമീപനങ്ങൾ, എൻ്റെ കച്ചവടത്തോടുള്ള എൻ്റെ നീതി എത്രമാത്രം, സത്യസന്ധത എത്രത്തോളം നാം പുലർത്തി എന്ന് തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഈ രണ്ട് സംഗതികളുടെ ഇടപെടൽ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ശക്തികൾ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഇതിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കണക്കെടുപ്പ് എല്ലാ ദിവസവും വൈകുന്നേരം നടത്തുന്നത് നല്ലതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലാണല്ലോ നമ്മളുടെ ഉള്ളിലുള്ള ശക്തി, ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ വിഷയത്തിൽ നമ്മെ അശ്രദ്ധമാക്കി മാറ്റാനാണ് ഇബ്ലീസ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇബ്ലീസിന്റെ പരിശ്രമത്തെ പരാജയപ്പെടുത്തുകയും അള്ളാഹുവിന്റെ താല്പര്യത്തെ നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, ഓ അൻഫുസക്കും, നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് വാഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുടുംബവും എന്ത് ചെയ്യണം? നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അത് ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ചെലവിന് കൊടുക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പൊ അവരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. രണ്ട് രൂപത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, അവര് സ്വർഗത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, അവർ നരകത്തിൽ പോകാൻ പാടില്ല. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഞാനുമായി ബന്ധപ്പെടുന്ന, ഞാനുമായി അടുത്തിടപഴകുന്ന ഏറ്റവും പ്രധാനം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരെല്ലാവരും അവരാരും നരകത്തിൽ പോകാൻ പാടില്ല, അവരെല്ലാവരും സ്വർഗത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള വിഷയത്തിൽ എന്നെപ്പോലെ തന്നെ എനിക്കൊരു നിർബന്ധ ബുദ്ധി ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ തിരിച്ചൊരു ചോദ്യം, അല്ല എങ്കിലോ? എൻ്റെ വിഷയത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതിയല്ലോ? എൻ്റെ മക്കളുടെ വിഷയത്തിലോ ഭാര്യയുടെ വിഷയത്തിലോ ഒക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ആ ഒരു വിഷയത്തിൽ ഞാൻ അശ്രദ്ധനാവുകയും എൻ്റെ കാര്യത്തിൽ മാത്രം കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ എന്താണ് കുഴപ്പം? അപ്പൊ ആ ഒരു വിഷയത്തിൽ ഞാൻ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല എന്ന് തെളിവുകൾ മൂലം നാളെ പരലോകത്ത് തെളിയിക്കപ്പെട്ടാൽ, ഇപ്പൊ ഞാൻ പരിശ്രമിച്ചിട്ടും ചിലപ്പോൾ എൻ്റെ മക്കൾ നന്നാകാതെ വരും, ചിലപ്പോൾ എൻ്റെ ഭാര്യ നന്നാകാതെ വരും. പക്ഷെ ഞാൻ ആ വിഷയത്തിലൊന്നും ശാസ്ത്രീയമായ പരിശ്രമങ്ങൾ നടത്തുന്നില്ല. ഖുർആനും ഹദീസും വ്യക്തമായ രൂപത്തിൽ എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ നിയമപ്രകാരമാണ്. അതായത് എനിക്ക് തോന്നുന്ന രൂപത്തിൽ ഞാൻ മക്കളെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ഞാൻ വേണ്ട രൂപത്തിൽ ഇടപെടലുകൾ നടത്തി എന്നുള്ള കേവല വാദമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മക്കളെ നീ തർബിയത്ത് കൊടുക്കേണ്ടത്, അവരെ അദബ് പഠിപ്പിക്കേണ്ടത്. അതിന് കൃത്യമായ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളും അതിന്റെ കൃത്യമായ സുന്നത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം.
2, ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വളരെ ശരിയായ രൂപത്തിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ പ്രീ പാരന്റിങ് കോഴ്സ് അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകളും പഠന പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കിടയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം എങ്ങനെ എന്നുള്ള കേവലവാദത്തിലൂടെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതുപോലെ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, നമ്മുടെ കുഞ്ഞിനൊരു അസുഖം ബാധിക്കുമ്പോൾ നമ്മൾ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർ നല്ലൊരു പീഡിയാട്രിക് ആയിരിക്കണം, ആ രംഗത്ത് PG എടുത്ത ആളായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യാജ ഡോക്ടറുടെ അടുത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിൽ ഒരു വ്യാജനാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് പഠിച്ചേ പറ്റുള്ളൂ. അല്ല, ഇതൊന്നും പഠിക്കാതെ പോയിട്ട് പഠിച്ചവനെ ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമാനുസൃതമായ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടും നിന്റെ മക്കൾ നന്നായിട്ടില്ല എങ്കിൽ നീ ഉത്തരവാദിയല്ല. നിയമാനുസൃതമല്ലാത്ത രൂപത്തിൽ നീ പോയിട്ട് നിന്റെ സ്വന്തം താല്പര്യവും നിന്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാത്രം നിന്നുകൊണ്ടാണ് നിന്റെ മക്കളെയും നിന്റെ കുടുംബത്തെയും നീ രൂപപ്പെടുത്തിയതെങ്കിൽ അത് സ്വാഭാവികമായും നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കാൻ മാത്രമായ പ്രവർത്തനങ്ങൾ നീ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഖുർആന്റെയും ഹദീസിന്റെയും കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ നിലയിൽ നമ്മളത് നടത്തണം എന്നാണ്. അപ്പോൾ അങ്ങനെ നടത്തിയിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പോൾ നീ നിന്നെ സൂക്ഷിച്ചിട്ടുണ്ടാകാം, നീ നിന്റെ വിഷയത്തിൽ വ്യക്തമായ ബാധ്യതകളൊക്കെ നിർവഹിച്ച് വളരെ സൂക്ഷ്മമായ ഒരു ഇതൊക്കെ പുലർത്തി നീയും ചിലപ്പോൾ നിന്റെ ഭാര്യയും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാഴ്ചയും ഹദീസിലൂടെ നമ്മൾ പരിചയപ്പെടുത്തി. എന്താണ് ആ കാഴ്ച? സ്വർഗത്തിലേക്കൊരു മാതാവും പിതാവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിനടുത്തെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അവരോട് പറയും, നിങ്ങളിൽ നിന്നും ചില നീതികൾ കൂടി നടപ്പിലാക്കാനുണ്ട്. കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങേറ്റം അപകടകരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. സ്വർഗത്തിലേക്ക് തന്നെ പോയി പ്രവേശിക്കണം, ഇടയ്ക്ക് ഒരു തടസ്സവും വരരുത്. അതുപോലെ തന്നെ നമ്മുടെ രേഖകൾ രേഖപ്പെടുത്തുന്ന കിതാബ് പിടിച്ചു വെക്കാൻ പാടില്ല. ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ പാടില്ല. പിടിച്ചു വെച്ചാൽ അയാളുടെ കാര്യം പിന്നെ കഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ രേഖപ്പെടുത്തുന്ന കിതാബ് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഞൊടിയിട കൊണ്ട് നോക്കി തിരിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് ഫലമുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നുള്ള മറ്റൊരു വാദം നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ വിഷയത്തിൽ ആത്യന്തികമായ തീരുമാനങ്ങളും നിയമങ്ങളും പറയേണ്ടത് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് അവിടുന്ന് പറയുന്നതിന് നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുക, അല്ലാതെ അതിനൊരു എതിർവാദം മുന്നോട്ട് വെച്ചതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല, പരാജയമല്ലാതെ. എന്ന് പറഞ്ഞതുപോലെയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ തിരിച്ചു വിളിക്കാൻ പാടില്ല. തിരിച്ചു വിളിച്ചാൽ പ്രയാസമാണ്. അത്തരം ഒരു സന്ദർഭത്തെയാണ് ഈ സ്വർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാതാപിതാക്കൾ നേരിടേണ്ടി വരുന്നത്. എന്താണ് പ്രശ്നം? അങ്ങേറ്റ വ്യാകുലതയോടുകൂടി, മനപ്രയാസത്തോടുകൂടി, ആശങ്കയോടുകൂടി, ഭയപ്പാടോടുകൂടി അവർ ചോദിക്കുമ്പോൾ പറയും, നിങ്ങളുടെ മക്കളാണ് തിരിച്ചു വിളിക്കുന്നത്. നിങ്ങളുടെ മക്കൾ എവിടെയാണെന്ന് അറിയാമോ? അതെ അറിയാം, നരകത്തിലാണ്. എൻ്റെ മക്കൾ നരകത്തിൽ പെട്ടുപോയി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. നരകത്തിലേക്ക് അർഹമാകും വിധമുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ട് നരകത്തിന് അർഹമായി. എങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് പ്രശ്നം? അപ്പൊ ഈ മക്കളുടെ ഒരു വാദം അവിടെ ഒരു വിചാരണ എന്നുള്ള നിലയ്ക്ക് അവിടെ വാദിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ കോടതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഒബ്ജക്ഷൻ മുന്നോട്ട് വെക്കുമ്പോൾ അവിടുത്തെ ജഡ്ജി പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ഒരു ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് ആ ഒരു അഡ്വക്കേറ്റ് പറയുമ്പോൾ പ്രൊസീഡ് എന്ന് ജഡ്ജി പറഞ്ഞാൽ പിന്നെ ആ വാദം കേട്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളുടെ വാദം കേട്ടപ്പോ പ്രൊസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആ വാദം കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ മക്കൾ നിന്നുകൊണ്ട് വാദിക്കുകയാണ്, അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ വേണ്ട രൂപത്തിലുള്ള തർബിയത്ത്, അതായത് നീ നിയമമാക്കിയ രൂപത്തിലുള്ള തർബിയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടില്ല. അവർക്ക് തോന്നുന്ന രൂപത്തിൽ പരമ്പരാഗതമായിട്ടുള്ള കുറെ
ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കൺസെപ്റ്റുകളും അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് അട്ടിക്കൂട്ടിയ രൂപത്തിലുള്ള ചില വാദങ്ങളും ചില ശൈലികളും കാഴ്ചപ്പാടുകളൊക്കെ നടപ്പിലാക്കി എന്നല്ലാതെ വേറൊന്നുമില്ല. നിന്റെ നിയമങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ മക്കളെന്നുള്ള നിലയ്ക്കൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോയത്. അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ശക്തമായ നീതിയുടെ കൽപ്പനയുണ്ടാവും. അങ്ങനെയെങ്കിൽ മക്കളോടൊപ്പം നിങ്ങളും കൂടി നരകം പങ്കുവെച്ചേ പറ്റൂ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. ഏറ്റവും ഭീകരമായൊരു അവസ്ഥയാണ്. ഞാൻ സ്വർഗത്തിന് അർഹത നേടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ്. മക്കളും കൂടി സ്വർഗത്തിന് അർഹനായെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗം പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ നോമ്പുകൾ, എൻ്റെ നല്ല പ്രവർത്തനങ്ങൾ, എൻ്റെ നല്ല സമീപനങ്ങൾ, എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലുള്ള ഹക്ക്, ഇതൊന്നും അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ശരിയാണ്, നല്ലതാണ്, അതും ഒരു ഘടകമാണ്. എന്നെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അതും ഒരു ഘടകമാണ് എന്നുള്ളതിനപ്പുറം നിങ്ങളുടെ മക്കളും ആ ഒരു തലത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങളുടെ ഇടപെടലുകൾ, അതും നിയമമാക്കപ്പെട്ട രൂപത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് മക്കളുടെ മാത്രം പ്രശ്നമാണ്. അല്ല എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു പ്രതിസ്ഥാനത്തേക്ക് ചേർക്കപ്പെടുകയും ഈ നരകത്തിന് അവകാശിയായി മാറുകയും ചെയ്യുമെന്ന് ഒരു വ്യക്തി മരിച്ചതിന് ശേഷമുള്ള ജീവിതകാലത്ത് തന്നെ അവനോടൊരു റിസാലത്ത് വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു പടച്ചവനെ. നിനക്കെന്താ അറിയാത്തത്? ഈരാറ്റുപേട്ടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയാത്തത്? അറിയണമെന്ന് തോന്നിയതെല്ലാം അറിഞ്ഞില്ലേ? നാട്ടിൽ നടന്ന വാർത്തകൾ, ഒളിച്ചോട്ടത്തിന്റെ വാർത്തകൾ, അവിഹിത ബന്ധങ്ങൾ, അതുപോലെ തന്നെ ലഹരിയുടെ വാർത്തകൾ, ഇതൊക്കെ കൂട്ടുകാർക്കിടയിൽ ഈ ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവെച്ചപ്പോൾ വളരെ ആവേശത്തോടുകൂടി നീ പങ്കെടുത്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇതിനു വേണ്ടിയിട്ടാണോ കണ്ണും കാതും ശേഷിയും ഒക്കെ തന്നത്? എന്നാൽ നിങ്ങളുടെ നാടുകളിൽ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട് എത്രയോ പഠനങ്ങൾ നടന്നിരുന്നു. അതിലേതെങ്കിലും പങ്കെടുത്തിരുന്നോ? ഇല്ല. എന്താ കാരണം? സമയമില്ലായിരുന്നു. എന്തിന് സമയമില്ലായിരുന്നു? ഖുർആനും ഹദീസും പഠിക്കാൻ മാത്രം സമയമില്ലായിരുന്നു. മറ്റുള്ള കൂട്ടുകാരുമായിട്ട് കൂടുന്ന വിഷയത്തിലും ടൂറ് പോകാനും എൻ്റെ കച്ചവടം നടത്താനും എല്ലാം സമയമുണ്ടായിരുന്നു. കാരണം ഈരാറ്റുപേട്ടയിലാണ് ഏറ്റവും വൈകി വീട്ടിൽ കയറുന്ന ചെറുപ്പക്കാരുള്ള നാട്. കേരളത്തിലെ ഒരേ ഒരു നാടെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഏറ്റവും വൈകി മാത്രം വീട്ടിലേക്ക് ചെന്ന് കയറുന്ന പുരുഷന്മാരുള്ള ഒരു നാട് എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയാണ്. ചില ആളുകൾ സന്തോഷപൂർവ്വം പറയാറുണ്ട്, ഈരാറ്റുപേട്ടയിൽ ഏത് പാതിരാത്രിക്ക് പോയി വാഹനം കേടായാലും അപ്പോൾ തന്നെ ആളുകൾ സഹായത്തിനുണ്ടാകും. കാരണം ടൗണിൽ നിന്നും ആളുകൾ ഒഴിയുന്നില്ല എന്നാ പറഞ്ഞ്. റസൂലുള്ളാഹി നേരെ തിരിച്ചാ പറഞ്ഞ, ടൗണിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞേ പറ്റൂ എന്നാ പറഞ്ഞു. റസൂലുള്ളാഹി താല്പര്യങ്ങൾക്കും അപ്പുറം. കാരണം അത് പിശാചിന്റെ ഭവനമായി മാറുന്നു, കേന്ദ്രങ്ങളായി മാറുന്നതാണ് മാർക്കറ്റുകൾ. അവിടെ നിന്നും ഇടപാടുകൾ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലണമെന്ന് അതിലെ റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ നമ്മളെന്താണ് രാത്രിയും കൂടി സജീവമാക്കാൻ വേണ്ടി നമ്മുടെ ടൗണുകളിലും തെരുവുകളിലും ഒക്കെ സജീവമാണ്. അപ്പം അതിനൊക്കെ സമയമുള്ളവരാണ്. അവിടെ പോയിട്ട് ഇതൊന്നും പഠിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, ഇതിന്റെ തർബിയത്ത് എന്താണ്, ഇതിന്റെ ശൈലികൾ എന്താണ്, ഒന്നും അറിയില്ല എന്ന് അള്ളാഹുവിനോട് വാദിച്ചാൽ, ഒന്നാമത് ഭയം കാരണം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം അബദ്ധജടിലമായിട്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അപ്പൊ അവിടെ കുടുക്കിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ കുടുംബാദികളെയും കൂടി സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. കാരണം മുഅ്മിനീങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെടണം. അവിടെ കല്ലുകളും മനുഷ്യരും ഒരുപോലെ കത്തിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. കല്ലുകൾ കത്തണമെങ്കിൽ ആ അഗ്നിയുടെ കാഠിന്യം എത്രത്തോളം ആയിരിക്കണം, അതാണ് അള്ളാഹുയോട് വ്യക്തമാക്കുന്നത്. പിന്നെ മലായിക്കത്തുകളുണ്ട്. അള്ളാഹു വലിയ റഹ്മാനും റഹീമും ഒക്കെയാണ്. അള്ളാഹുവിന്റെ റഹീമിന്റെ ഏറ്റവും വിശാലമായ പ്രകടനം നടക്കുന്ന ഒരു ലോകമാണ് പരലോകം. പക്ഷെ അവിടെ നരകത്തിന്റെ ഒരു മേഖലയിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലവലേശം ചെന്നെത്തുകയില്ല എന്നാണ് നിയമങ്ങൾ വ്യക്തമാക്കുന്നത്. അള്ളാഹു അങ്ങേറ്റം കാരുണ്യം കാണിക്കും. ഈ ലോകത്ത് അള്ളാഹു കാണിക്കുന്ന കാരുണ്യത്തിന്റെ 99 കൂടുതലാണ്, ഇരട്ടി കൂടുതലാണ് പരലോകത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യം. പക്ഷെ അത്
അള്ളാഹു കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞ വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ ഈ വിശാലമായ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. ആ നരകത്തിന്റെ മേഖലയിലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ട രൂപത്തിലുള്ള മലക്കുകളാണ് അവിടെ ഉള്ളത്. ലവലേശം കാരുണ്യം അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മുൻകൂട്ടി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ അപകടത്തിലേക്ക് ആരും ചെന്നെത്തല്ലേ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം എന്നോണം സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ പത്രമാധ്യമങ്ങളിലൂടെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, നമ്മുടെ ജില്ലയിൽ ഗാന്ധിനഗർ എന്ന പ്രദേശത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരമായ ഒരു പ്രവർത്തനമാണ്. സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പട്ടിക വിഭാഗത്തിൽ പെടുന്ന ഒരു ഹോസ്റ്റൽ അതിക്രൂരമായ രൂപത്തിൽ മർദ്ദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊന്നും ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ലല്ലോ വെള്ളിയാഴ്ചയുടെ ഈ മഹനീയമായ സന്ദർഭം എന്ന് പറയുന്നത്. വാർത്തകൾ നമ്മൾ ഇങ്ങനെ വിശാലമായ രൂപത്തിൽ ചർച്ച ചെയ്യും. പ്രിയമുള്ളവരെ, എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു വാർത്ത നമ്മളിലേക്ക് വന്നെത്തിയാലും അതിലുള്ള സൂക്ഷ്മമായ വശങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു വരിക. അത് ആരാണെന്നോ, അവരുടെ പേരെന്താണെന്നോ, അവരുടെ പ്രായം എന്താണെന്നോ, അവരാരൊക്കെയാണെന്നോ, ഏത് രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരാണെന്നുള്ള ചർച്ചകളൊന്നും നമ്മൾ ഇഴകീറി പരിശോധിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണ്, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഇതൊരു സംഭവമല്ല, ഇത് ആവർത്തനങ്ങൾ മാത്രമാണ്. നമുക്കറിയാമല്ലോ, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നേക്കാൾ കൂടുതൽ ചിലപ്പോ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കാം നിങ്ങൾ. സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ആക്രമണത്തിന് വിധേയമാകുന്ന ആദ്യത്തെ സംഭവമല്ല, ഇത് ആവർത്തനങ്ങളാണ്. അതുകൊണ്ട് പിന്നീട് അവരുടെ പ്രായമോ രാഷ്ട്രീയമോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗീയമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോ നെയ്യാറ്റിൻകര എന്ന പ്രദേശത്ത്, തിരുവനന്തപുരത്ത് വെള്ളറട എന്ന പ്രദേശത്ത് ഒരു 70-കാരനായ ഒരു പിതാവ്, അദ്ദേഹം ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് സോഫയിൽ കിടക്കുമ്പോൾ ഒരു സ്വന്തം മോൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ആ കത്തി എടുത്തിട്ട് പിതാവിന്റെ കഴുത്ത് കീറുന്നു. പ്രാണരക്ഷാർത്ഥം ആ പിതാവ് എഴുന്നേറ്റ് ഓടുമ്പോൾ, അലറി വിളിച്ചുകൊണ്ട്, മകനിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അലറി വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ ആ അടുക്കളയിൽ നിന്നും പുറത്തു പോകാൻ പോലും സമ്മതിക്കാതെ അതിക്രൂരമായ രൂപത്തിൽ ആ പിതാവിനെ അവിടെ ഇട്ട് വെട്ടിക്കൊന്നു. നമ്മൾ കേട്ട വാർത്തയാണ്. എത്ര വാർത്തകൾ. താമരശ്ശേരിയിൽ സവാള അരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മാതാവിനെ അവൻ ആഗ്രഹിച്ച കോഴിക്കറി തന്നില്ല എന്നതിന്റെ പേരിൽ കോഴിയെ അറുക്കുന്നത് പോലെ ആ അടുക്കളയിലിട്ട് മാതാവിനെ അറുത്തു മുറിച്ച വാർത്തയും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റപ്പെട്ട സംഭവങ്ങളെയല്ല, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും ആശ്വസിക്കുകയും വേണ്ട, ആവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നടക്ക പ്രദേശത്ത്, നമ്മുടെ ഈ അടുത്ത ഒരു പ്രദേശത്ത് ഒരു ഉമ്മ അങ്ങേറ്റം വേദനയോടുകൂടി പറഞ്ഞത്, എൻ്റെ മോൻ രാത്രിയിൽ ഡോറ് തുറന്ന് എന്നെ നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. കാരണം അവൻ കാണുന്നത് ഉമ്മയല്ല, മറിച്ച് അവൻ്റെ കാമുകിയെ നോക്കുന്നത് പോലെയാണ് എന്നെ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എത്ര എല്ലാം രഹസ്യങ്ങളാണ് അധികവും, പരസ്യമാകുന്നത് അപൂർവം മാത്രം. എന്നാൽ അറിയപ്പെടാതെ എത്രയോ സംഭവങ്ങൾ ഇന്നും ഓരോ വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെങ്ങന്മാരെ ആങ്ങളെ ഭയന്നിട്ട് ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്ന രാത്രികൾ, സ്വന്തം മക്കളെ ഭയന്നിട്ട് ഉറക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്ന മാതാക്കൾ. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നടക്കിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇനിയും നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞുകൂടുകയാണോ? ആ ഒരു പ്രതീക്ഷ എന്നുള്ളത് ശരിയായ പ്രതീക്ഷയാണോ? അല്ലെ, നമ്മുടെ നാടൊന്നും ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കില്ല എന്നൊക്കെ ആശ്വസിച്ചു കഴിഞ്ഞുകൂടാനാണോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, രാസലഹരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. MDMA പോലുള്ള സാധനങ്ങൾ, അതൊന്ന് വലിച്ചാൽ പിന്നെ മൃഗമാണ്, മനുഷ്യനല്ലാതായി മാറുകയാണ്. അത് നമ്മുടെ നാട്ടിലേക്ക് നല്ല ഒരു അളവ് ഈ അടുത്ത കാലത്ത് എത്തിയതും പാലായിൽ വരച്ച് അറസ്റ്റ് നടന്നൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ. പിന്നെ നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ടും 100% നല്ലവരായിട്ട് തന്നെ ജീവിക്കുകയുള്ളൂ, ഇതൊന്നും വലിക്കില്ല എന്ന് എത്ര കാലം നമ്മൾ ഉറപ്പിക്കും എന്നുള്ളതാണ്. ഒരു പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആശങ്കയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയല്ല. ഈ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ എത്ര വാർത്തകൾ എവിടെയൊക്കെ സംഭവിച്ചു, ആളുകളുടെയൊക്കെ പേരുകൾ ആരാണ്, ഇത് എന്തിൻ്റെയൊക്കെ ആളുകളാണെന്ന് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അല്ലെ, കുറെ കേസുകൾ കൊടുക്കുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ, ലഹരിയെ എതിർക്കാൻ ഒരു വിഭാഗം സംവിധാനം ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു സംവിധാനം കൂടി ഗവൺമെന്റിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. ഒരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു, അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
ഗവൺമെൻറ് മേഖലയിലാണ് ഞാൻ പണിയെടുക്കേണ്ടത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കാൻ ഒരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു സ്ക്വാഡും കൂടെ ഉള്ളൊരു മേഖലയാണ്. ഇവിടെ വെറുതെ മണ്ടന്മാരാകേണ്ട ആവശ്യം നമുക്കുണ്ടോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. ഇതിലൊന്നുമല്ല പ്രതീക്ഷ. പ്രിയമുള്ളവരെ, നമ്മളിതെല്ലാം ഒഴിവാക്കുക, ഇതെല്ലാം മാറ്റി നിർത്തുക. പത്രമാധ്യമങ്ങൾ, ഇത്തരം ആവർത്തനങ്ങൾ എല്ലാം നമ്മളെടുത്ത് മാറ്റി നിർത്തുക. എന്താണ് പ്രശ്നം? ഒരു പിതാവിനെ ക്രൂരമായ രൂപത്തിൽ വധിക്കാൻ ഒരു മക്കളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. മാതാവിനെ കൊല ചെയ്യാൻ സാധിക്കില്ല. മാതാവ് മരിച്ചു കിടക്കുന്നുണ്ട്, മനസ്സ് തകർന്ന് കരയുന്ന മക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുക. സ്വന്തം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കീഴിലുള്ളവർ അതിക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. സ്വന്തം സഹപാഠികളെ, സ്വന്തം കോളേജിലുള്ള ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ മാത്രം നീതിബോധവും സുരക്ഷിത ബോധവും ഉള്ളവരാണ് ഓരോ ആളുകളും. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യരല്ലാതായി മാറുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയാണ്. എല്ലാ കുട്ടികളും ലഹരി ഇഷ്ടപ്പെടുന്നവരാണോ? ലഹരിക്ക് നല്ല മധുരമാണോ? ലഹരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഈ പറഞ്ഞതിനൊക്കെ എതിരാണ്. പിന്നെ ഈ കുട്ടികൾ എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തി തുടങ്ങുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അതാ പറഞ്ഞ വാർത്തകൾ നമ്മൾ മാറ്റി നിർത്തും. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. നാളെ അടുത്ത വാർത്ത കിട്ടും, അടുത്ത ആഴ്ച വേറെ വാർത്ത കിട്ടും. വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ആവർത്തനങ്ങൾ മാത്രമാണ്. അതിന്റെ പിന്നാലെ മാത്രം നമ്മൾ പോകാൻ പാടില്ല, തന്നെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. കാരണമാണ് അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു സമൂഹം കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയാൽ മാത്രമേ അവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല. വീടിന്റെ അന്തരീക്ഷം മടുത്തിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വീടിന്റെ ഉള്ള് കുട്ടികൾക്ക് മടുക്കുന്ന ഒരു അന്തരീക്ഷമായി മാറുന്നു? ഇതാണ് നമ്മൾ പഠന വിധേയമാക്കേണ്ട വിഷയം. ഭാര്യമാർക്കും ഇറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സഹിച്ചുള്ളിൽ നിൽക്കുകയാണ്. പല ഭാര്യമാരും ഇറങ്ങുന്നുണ്ട്, അല്ലേ? ഒരു വീടിന്റെ അന്തരീക്ഷം എപ്പോഴാണ് അറപ്പും വെറുപ്പും മടുപ്പും ഉളവാക്കുന്നതായി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? വീട് ഇപ്പൊ ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പല സമയത്തും അത് എന്താണ്, കുറച്ച് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്, പരീക്ഷണം നിറഞ്ഞതാണെന്നൊക്കെ പറയുമെങ്കിലും വീടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മസ്കൻ എന്നാണ്. മസ്കൻ എന്താണ്? മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നാണ് വീടിന്റെ അർത്ഥം. സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒന്ന് എന്നാണ് വീട് പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകൾ മസ്കനാണോ? അല്ലെങ്കിൽ ഈ കൂട്ടുകാരെ അന്വേഷിച്ച് വീടിന്റെ ഉള്ളിൽ നിന്നും ഇത്രയും പെട്ടെന്ന് പുറത്തു ചാടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ വസിക്കുന്ന ഭവനങ്ങൾ മസ്കൻ അല്ല, മക്കൾ വസിക്കുന്ന ഭവനങ്ങൾ മസ്കനാണോ? 100% അല്ല എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കുട്ടികൾ പറയുന്നത് വീട്ടിലിരിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നാ പറയുക. പല കുട്ടികളും പറയാറുണ്ട്, ഒരു 70% നന്മ ഞങ്ങൾ കാണിച്ചാലും ഞങ്ങളുടെ 30% തിന്മകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന മാതാപിതാക്കളാണ് ഞങ്ങളുടെ വീടിനുള്ളിലുള്ളത്. അതുകൊണ്ട് കുറ്റപ്പെടുത്തൽ സഹിക്കാൻ കഴിയില്ല. കുറ്റപ്പെടുത്തലോട് കുറ്റപ്പെടുത്തൽ. ഒരു കൗമാരപ്രായത്തിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് മാതാപിതാക്കൾ വെച്ചറിയില്ല. ഞങ്ങളെപ്പോലെ പക്വതയോടുകൂടി അവർക്ക് പെരുമാറിക്കൂടെ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് മനഃശാസ്ത്രത്തെ മുൻനിർത്തി പഠനം നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്ന മാതാപിതാക്കളെല്ലാം ഭൂലോകത്ത് ഏറ്റവും വലിയ മരമണ്ടന്മാരാണെന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ, ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ മക്കളെ ആ മസ്കനിൽ നിന്നും പുറത്താക്കുകയും മസ്കനെ മസ്കനല്ലാതെ ഒരു ഭീകരമായ അന്തരീക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മാതാപിതാക്കൾ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരും കുറ്റവാളികളും ളാലിമീങ്ങളുമാണ്, അതിക്രമകാരികളുമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എത്രയൊക്കെ ഞാൻ അതിനെതിരെ വാദിച്ചിട്ടും കാര്യമില്ല. എൻ്റെ മക്കളെ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് എൻ്റെ ഭാഗം നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ഖുർആനും ഹദീസും പ്രമാണങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനെതിരിൽ വാതുറക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ ഒരു ചട്ടക്കൂട് ശക്തമായ രൂപത്തിൽ എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളലു മിൻ അദബിൻ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മക്കൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം, മക്കൾക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയുമോ? അഫ്ളലു മിൻ അദബിൻ ഹസനിൻ, ഏറ്റവും ഹസനായിട്ടുള്ള നല്ല അദബുകളാണ്. അദബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തർബിയത്ത് കൊടുക്കലാണ്, മക്കളെ മര്യാദ പഠിപ്പിക്കലാണ്. അതിനെന്താ പ്രയോജനം? ഹസനായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ക്രൂരമായിട്ടുള്ളതല്ല, വെറുക്കപ്പെടുന്ന രൂപത്തിലുള്ളതല്ല, പ്രയാസമേറിയതല്ല, സമാധാനപരമായത്. ഹസൻ എന്നുള്ള വാക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ അത് വ്യക്തമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാഹു മിനല്ലാഹ് വൽ അദബു മിനൽ ആബാ. സ്വലാഹു, സുൽഹ്, നന്മ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് വന്നോളൂ, നിങ്ങൾ പേടിക്കണ്ട. അതിനുവേണ്ടി ഇപ്പൊ ഒരുപാട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാതെ തഹജ്ജുദിന് കരഞ്ഞിട്ടോ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ടോ കാര്യമില്ല. റസൂലുള്ളാഹി വഅദ ചെയ്യുന്നു, അള്ളാഹ് പറഞ്ഞതായിട്ട്. ഇസ്ലാഹ് അള്ളാഹ് തന്നോളും, നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ മാതാപിതാക്കൾ, ആബാഉകൾ, അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മതി. വൽ അദബു മിനൽ ആബാ, അദബ് ആബാഉകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വന്നെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുള്ളൂ. അല്ലാതെ ഇതൊന്നും നിർവഹിക്കാൻ തയ്യാറല്ല, ഒന്നും അറിയില്ല. ഏറ്റവും ആധുനികമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ പാരന്റിങ്ങുമായ വിഷയത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു, പരമ്പരാഗതമായി കൈമാറി കിട്ടിയ കുറെ അന്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എൻ്റെ വീട്ടിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് ഞാൻ കുറെ വിവരക്കേടുകൾ കാണിച്ചുകൊണ്ട് പടച്ചവനെ മക്കളൊക്കെ എഴുതിറ്റിപ്പോയല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് ഞാനും ദുആ ചെയ്ത് എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് കിട്ടുന്ന കാര്യമൊന്നുമില്ല. അദബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള പാരന്റിങ് എന്നാണ് നമുക്കതിന് ഉത്തരം കൊടുക്കാൻ കഴിയുക. മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്രിമു ഔലാദക്കും വഹ്സുനു അദബഹും, മക്കളെ നന്നായിട്ട് ബഹുമാനിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ. മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇന്നത്തെ മക്കൾക്കൊന്നും മാതാപിതാക്കളോട് ആദരവും ഇല്ല, ബഹുമാനവും ഇല്ല. നേരെ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂ ജനറേഷന്റെ കുറ്റങ്ങളും കുറവുകളും വാരിക്കൂരി പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ഇന്നത്തെ മക്കൾക്ക് ബഹുമാനമില്ല എന്നാ പറയാ. നേരെ തിരിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രമാണം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, മക്കളെ ആദരിക്കാനും മക്കളെ ബഹുമാനിക്കാനും പഠിക്കണം. അവരുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയണം. ഓരോ പ്രായത്തിലും ഉണ്ടാകുന്ന അവരുടെ വ്യക്തി വികാസം ഏതൊക്കെ രൂപത്തിലാണ് എന്നും എത്രമാത്രം ആദരവ് അർഹിക്കുന്നവരാണ് മക്കൾ എന്നും പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പഠനങ്ങൾ ആവശ്യമാണ്. ഓരോ സമയത്തുമുള്ള മാനസികമായിട്ടുള്ള വളർച്ച, സൈക്കോളജിക് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായ രൂപത്തിൽ പരിശോധിച്ച് പഠിച്ച് നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ മക്കളെ ഏത് തലത്തിലാണ് ആദരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള വഴികൾ ഒരു വ്യക്തിയുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. ഇതൊന്നുമല്ല എങ്കിൽ കുറെ മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടാം. വീടുകൾ വെറുത്ത് നമ്മളുടെ ഭവനങ്ങളെ മസ്കനല്ലാതാക്കി മാറ്റി. അങ്ങനെ ആ മസ്കനല്ലാത്ത, സമാധാനമില്ലാത്ത ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരിലേക്ക് സമാധാനവും തേടി സന്തോഷവും തേടി നടക്കുന്ന കുട്ടികൾക്ക് സമാധാനത്തിനും സന്തോഷത്തിനുള്ള നല്ല വഴികൾ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കും. ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കുന്നത്. ഈ സന്തോഷം വീടിന്റെ അന്തരീക്ഷത്തിൽ അവരുടെ തലച്ചോറിന്റെ സിരകളിലൂടെ ഓരോരോ ന്യൂറോൺ സെല്ലുകളിലൂടെയും ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു സാധനം കടത്തിവിടാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടായിരുന്നാലും ഈ ഡോപ്പമൈൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, കൂട്ടുകാരിൽ നിന്നും ഉള്ള ശ്രമങ്ങൾ ഈ കുട്ടികൾ നടത്തുന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഡോപ്പമൈൻ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള കുറുക്കു വഴികളും ആ കൂട്ടത്തിൽ പക്വതയില്ലാത്ത ഈ കുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അവസാനം രാസലഹരി എന്നുള്ള മാരകമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിൽ വളരെയധികം ആത്മബന്ധമുണ്ടെങ്കിൽ ഇത്തരം യാതൊരു അപകടങ്ങളും സംഭവിക്കില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട്, വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും അതിസുന്ദരമായ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ലോകം അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് വളരെ കൃത്യമായ രൂപത്തിൽ ആ പേരന്റിങ്ങിന്റെ ശാസ്ത്രീയമായ വഴികളെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ്, ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ചില അന്ധമായ ന്യായവാദങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മക്കൾ വഴി തെറ്റിപ്പോയി, എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോരോ ആളുകളോടും പറഞ്ഞു നടക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ ഉത്തരവാദിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാംവിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദുആ വസിയത്തുള്ളത്, ഒരു സഹോദരന് ചെറിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഏറ്റവും അനുകൂലമായി മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ഒരു വിധത്തിലും പ്രയാസകരമായ യാതൊരു അപകടങ്ങളോ അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കാക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ കൊടുത്ത് അദ്ദേഹത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളെ തൊട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഭാര്യമാരെയും കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ളവരും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ നഷ്ടപ്പെട്ടു പോയ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.